പാഠം 1017 ഒരു പാചക പരീക്ഷണം. മോഹനട്ടാ, ഞാൻ ഇറങ്ങാട്ടോ. എങ്ങോട്ട്? ആഹാ, കൊള്ളാലോ. ഇന്ന് അമ്മയുടെ പിറന്നാളെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ? ഞാനത് മറന്നു. കുറച്ചു നേരത്തെ നീ ഓർമ്മിച്ചിരുന്നേ ഞാൻ കൂടെ വരുമായിരുന്നല്ലോ. ആഹാ, എങ്കിൽ മോഹനട്ടോട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. അത് വേണ്ട, എനിക്കിപ്പോ കുളിക്കണം, ഷർട്ട് മുണ്ട് മാറണം, സമയം എടുക്കും. നീ പോയിട്ട് വന്നാൽ മതി. കുളിക്കാനുണ്ട്, ഡ്രസ് മാറണം, അതിന് മാത്രം സമയം വേണ്ടല്ലോ മോനട്ടാ. അത് മാത്രമല്ല, എനിക്ക് എന്നെ കുറച്ച് നേരത്തെ ഓഫീസിൽ പോണം. അമ്പലത്തിൽ പോയാൽ താമസിക്കും. കൊള്ളാം, നേരത്തെ പോകുന്നവർ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇഡ്ഡലി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ, സാമ്പാർ തിരിച്ചു വന്നിട്ട് ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ അത് അങ്ങനെയാണല്ലോ. സ്വന്തം അമ്മയുടെ പിറന്നാളിന് പോലും ഭർത്താവിന് സമയത്ത് ഭക്ഷണം കൊടുക്കാത്തൊരു ഭാര്യയാണ് നീ. എന്തായാലും അമ്പലത്തിൽ പോയി കിടക്കണ്ട, ചെല്ല്. ഞാൻ തിരിച്ചു വന്നിട്ട് സാമ്പാർ ഉണ്ടാക്കി തന്നാ പോരെ. ഇനി അതിന്റെ പേരിൽ വഴക്ക് വേണ്ട. നല്ലൊരു ദിവസമായിട്ട് ചുമ്മാ. അയ്യോ, ഞാൻ ഫോൺ എടുത്തില്ല മോനട്ടാ. അമ്പലത്തിൽ പോകുമ്പോഴും ഫോണോ? അമ്പലത്തിൽ പോകുമ്പോ ഫോൺ എന്തിനാ? ദൈവത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ മൊബൈൽ ഫോൺ എന്തിനാ? ദൈവത്തോട് പറയാനുള്ള കാര്യങ്ങൾ ഫോണിൽ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് മനുഷ്യരോട് സംസാരിക്കാനാണ്. കഷ്ടം, നിങ്ങൾക്കൊക്കെ ഈ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ എങ്ങനെയാണ് സംസാരിച്ചോണ്ടിരുന്നത്? ഇതെന്തായാലും കണ്ടുപിടിച്ചു പോയല്ലോ. അപ്പൊ പിന്നെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ ഓർത്ത് നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത തലപോയിക്കണേ? എവിടെ പോയാലും ഫോൺ, വീട്ടിൽ ഫോൺ, ഓഫീസിൽ ഫോൺ, ഭക്ഷണം കഴിക്കുന്നിടത്ത് ഫോൺ, അമ്പലത്തിൽ പോകുന്നിടത്ത് പോലും ഫോൺ ഒഴിവാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലല്ലേ? കഷ്ടം. കാലം മാറുമ്പോ അതിനനുസരിച്ച് മാറുന്നതാണ് ബുദ്ധിയുടെ ലക്ഷണം. മോഹനേട്ടൻ ഇപ്പോഴും 16-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്ന ഓർത്ത് എനിക്കത് പറ്റുമോ? ഇവിടെ ഞാൻ ഓരോ നേരവും ഫോണിൽ സംസാരിക്കുന്നതാണോ കാലത്തിനനുസരിച്ചുള്ള മാറ്റം? ഇക്കാലത്ത് മൊബൈൽ ഫോൺ സംസാരത്തിന് മാത്രമല്ല മോഹനേട്ടൻ ഉപയോഗിക്കുന്നത്. മെസ്സേജ് അയക്കാം, മെയിൽ അയക്കാം, ഫോട്ടോയും മറ്റു പ്രധാനപ്പെട്ട രേഖകളും നിമിഷ നേരം കൊണ്ട് അയക്കാം. വില്ലേജ് ഓഫീസിലിരുന്ന് കരം തീർത്ത് രസീത് കൊടുക്കുന്ന പണി മാത്രം ചെയ്യുന്ന മോഹനേട്ടന് അതൊന്നും മനസ്സിലാകൂല. ഈ കാലത്ത് ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു ഫോൺ വളരെ അത്യാവശ്യമാണ്. ഇതില്ലാതെ എന്റെ ഒരു കാര്യം നടക്കേയില്ല. മോഹനേട്ടനായിട്ട് കത്തിക്കാതിരുന്നാ മതി. വെറുതെ വഴക്കിന് കാരണം നോക്കാതെ പോയി ചായ എടുത്ത് കുടിക്കേ. പോട്ടെ. ഹലോ. ഉത്തമ. എന്ത് സാറേ? ഉത്തമൻ ഇപ്പൊ എവിടെയാ? ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ഇപ്പുറത്തുള്ള വളവിലാണ്. നമ്മുടെ പീതാംബര ചേട്ടന്റെ സ്ഥലത്തിന്റെ അടുത്തുണ്ട്. അപ്പോ ഉത്തമൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. നേരെ പഞ്ചായത്ത് ഓഫീസിനടുത്തേക്ക് ചെല്ലണം. സുകുമാരൻ ചേട്ടന്റെ വീടിന് മുന്നിൽ ഒരാൾ നിൽപ്പുണ്ട്, ആ റോഡിൽ. ആര്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, സത്യശീലൻ. അയാളെ സ്കൂട്ടറിൽ കയറ്റി നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതാര് സാറേ? അതൊക്കെ നേരിട്ട് കാണാൻ പറയാം. അയാളോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട. നേരെ ആളെ സ്കൂട്ടറിന്റെ പിന്നിൽ കയറ്റുക, എന്നിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ശരി സാറേ. പിന്നെ അമ്പലത്തിന്റെ ഭാഗത്തേക്കൊന്നും പോകരുത്. ഭാമ ആ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. ഒരു കാരണവശാലും ഉത്തമനെയോ സത്യശീലനെയോ ഭാമ കാണരുത്. സാറേ കണ്ട അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. മനസ്സിലായല്ലോ? ശരി ശരി ശരി. പിന്നെ സാറേ പേരെന്തോന്ന്? സത്യശീലേ? അതെ. 10 മിനിറ്റിനുള്ളിൽ ആളെ കൊണ്ട് ഇവിടെ എത്തണം. ശരി 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 ശരി. ഇതാരടാ ഈ സത്യശീലൻ? അതെ, സത്യശീലാണ്. മത്തായി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓഹോ, എന്ന്? 10-ാം തീയതി അല്ലേ? കുഴപ്പമില്ല, ഞാൻ ഏറ്റു. എത്ര പേരുണ്ടാവും?
ശരി ശരി. ഈ കാശിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ തമ്മിലൊരു തർക്കം വേണോ? അതൊക്കെ അതിന്റെ രീതിക്ക് മത്തായി ചേട്ടൻ ചെയ്യുമെന്ന് എനിക്കറിയാലോ. ഇത് തന്നെ ആയിരിക്കും സത്യശീലൻ. ഈ ഭാഗത്തങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതെ അതെ അതെ. അപ്പൊ ശരി, ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം. കൃത്യം 9-ാം തീയതി വൈകിട്ട് ഞാൻ എത്തിയിരിക്കും. ഓ ശരി. ഹലോ, നമസ്കാരമുണ്ട്. സത്യശീലൻ എന്നല്ലേ പേര്? അതെ. ആ, എന്നെ പിന്നെ മോഹനേഷ് സാർ പറഞ്ഞു വിട്ടതാണ്. ഓ എന്ത്? ഇയാളെ വിടുമെന്ന് സാറ് പറഞ്ഞപ്പോ ഞാൻ കരുതി കാറിലായിരിക്കും വരുന്നതെന്ന്. ഇതിപ്പോ ഒരുമാതിരി. അല്ല, എന്റെ അടുത്ത് സ്കൂട്ടറിൽ വന്ന് കൊണ്ടുവരാനാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, നമുക്കങ്ങനെ വലിയ വലിപ്പച്ചെറുപ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ പൊയ്ക്കളെ. സ്കൂട്ടർ. അല്ല, നമ്മുടെ പേരെന്താ പറഞ്ഞേ? ഉത്തമൻ. 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 ശരി, പിടിച്ചിരുന്നോണേ. ഇതാണ് സ്ഥലം. പറഞ്ഞതിലും 2 മിനിറ്റ് വായിക്കും. ഞാൻ ഇന്നലെ സത്യശീലനോടും പറഞ്ഞാണ് കൃത്യസമയത്ത് വരണോ. അല്ല, അത് ഭാമ 30 മിനിറ്റുള്ളിൽ ഇവിടെ എത്തും. എന്റെ പൊന്നു സാറേ, എനിക്ക് 1/2 മണിക്കൂറൊക്കെ ധാരാളമാ. സാറ് പേടിക്കായിരിക്കേ. എവിടെ അടുക്കള? അകത്തേറി ഇടത്തോട് തിരിഞ്ഞാൽ മതി. സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എല്ലാം പെട്ടെന്ന് വേണം. ഓ ശരി സാറേ, ഞാൻ ഏറ്റെന്ന്. എന്തോ സംഭവം? എനിക്കൊന്നും പിടിയിട്ടില്ല. ഉത്തമ, സത്യശീലൻ പേര് കേട്ട ഒരു പാചകക്കാരൻ. ഇന്നലെ കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസിൽ വന്നപ്പോഴാണ് ഞാനത് പരിചയപ്പെട്ടത്. അല്ല, ഇവിടെ ഇപ്പൊ പാചകത്തിനാണ് പുറത്തുനിന്ന് ഒരാള് വക്കീൽ പാചകം ചെയ്യൂലേ? ഭാമ അമ്പലത്തിൽ പോയിരിക്കാം. ഇന്ന് അവളുടെ അമ്മയുടെ പിറന്നാളാ. മനസ്സിലായി. വക്കീലിന്റെ അമ്മയുടെ പിറന്നാളായിട്ട് സദ്യ ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചതാണ് സത്യശീലനെ. അല്ല സാറേ, എന്നെ വിളിക്കല്ലേ സദ്യ ഉണ്ടായി? അല്ലല്ലോ. അല്ലേ? സദ്യ ഒന്നുമില്ല, ഒരു സാമ്പാർ ഉണ്ടാക്കാനാ. അത്രേ ഉള്ളൂ. സാമ്പാർ ഉണ്ടാക്കാൻ പാചകക്കാരനാ? ഭാമയെ മര്യാദ പഠിപ്പിക്കാൻ ഇതേ ഉള്ളു മാർഗം. ഇന്നലെ രാവിലെ ഞാനും ഭാമയും തമ്മിലൊരു തർക്കമുണ്ടായി. 7:30 ഒരു ചായ കിട്ടോ? ഒരു 10 മിനിറ്റൂടെ മോനേട്ടാ, ഞാൻ ഒരിത്തിരി തിരക്കില്ല. ഒരാൾ അടുക്കളയിൽ കയറി തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കാനാണ്. സമയത്ത് കഴിക്കാനുള്ളത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് തിരക്കാണ്? വെറുതെ രാവിലെ എന്നെ കൊണ്ട് പറയിക്കാൻ നിക്കല്ലേ. ഒരു ചെറിയ സഹായം പോലും മോഹനേട്ടനായിട്ട് ചെയ്യുകയില്ല. പിന്നെ കുറ്റം പറിച്ചതിന്റെ ബഹളോട് ബഹളം. ഞാനൊരു മനുഷ്യജീവിയാണ്, യന്ത്രമല്ല. നമ്മുടെ നാട്ടിലെ സകല വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അവരൊക്കെ മനുഷ്യരാണ് താനും. പക്ഷേ ആ വീട്ടിലൊക്കെ സമയാസമയത്ത് ഭക്ഷണം കിട്ടും. ഇവിടെയോ നീ നേരം വെളുക്കുമ്പോ തൊട്ട് അടുക്കളയിൽ കയറി മലമറുപ്പോട് മലമറുപ്പ്. എന്ത് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. അയ്യോ, അതുകൊണ്ട് ഇത്രയും നാളും വില്ലേജ് ഓഫീസർ അങ്ങ് പട്ടിണി കിടക്കുമായിരുന്നല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കി തരുന്ന ഇതുവരെ കഴിച്ചു തന്നെയല്ലേ ഇതുപോലെ തടി ചുരുണ്ടിരിക്കുന്നത്. എന്നെ ശല്യപ്പെടുത്താൻ അപ്പുറത്ത് പോയി പത്രം വായിച്ചുകൊണ്ടിരുന്ന 10 മിനിറ്റുള്ളിൽ ഞാൻ ചായ ഉണ്ടാക്കി തരും. ഇല്ലെങ്കിൽ പിന്നെ വൈകും. അപ്പൊ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്റെ പറച്ചിലേട്ടാ എന്തോ വലിയ കാര്യമാണ് നീ ചെയ്യാൻ തോന്നുമല്ലോ. 3 നേരം 2 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് അത്ര വലിയ ആന കാര്യമൊന്നും അല്ല ഭാമേ. നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. അതിന്റെ പേരിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് അഹങ്കാരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ദൈവമേ, ഒരു ചായ ഉണ്ടാക്കുന്നതിന്റെ പേരിൽ ഇതാണ് ധാർഷ്ട്യമെങ്കിൽ റോക്കറ്റ് ഉണ്ടാക്കുന്ന ശാസ്ത്രജ്ഞന്മാർ എന്തുമാത്രം അഹങ്കരിക്കണം. അയ്യോ, ഇന്ന് വില്ലേജ് ചായ കുടിക്കുന്ന എനിക്കൊന്ന് കാണണം. മോനേട്ടൻ എന്താ പറഞ്ഞിട്ട് വന്ന് ഒന്നുകൂടെ പറഞ്ഞേ. ഒരു കാര്യം ഒരു പ്രാവശ്യമേ പറയൂ. നീ ചായ ഉണ്ടാക്കാതെ ഇവിടെ ഇനി സമയം കളയാണോ? ചായ ഉണ്ടാക്കാനേ എനിക്ക് മനസ്സില്ല. മോനേട്ടൻ എന്താ പറഞ്ഞത്? റോക്കറ്റ് ഉണ്ടാക്കുന്ന ശാസ്ത്രജ്ഞന്മാരെക്കാട്ടിലും ധാർഷ്ട്യമാണ് എനിക്ക് എന്നല്ലേ? എന്താ അതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എന്താണ് പാട് ഭാമേ? ഈ റോക്കറ്റ് എന്ന് പറയുന്നത് പിള്ളാരുകളിയല്ല. തീ കൊടുത്താൽ കൂടെ അങ്ങ് പോവും. അങ്ങനെ ഒരു സാധനത്തെ ഉദ്ദേശിച്ച സമയത്ത്
ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച രീതിയിൽ എത്തിക്കുന്ന ആളുകളാണ് ശാസ്ത്രജ്ഞന്മാർ. അവരാരും ഞങ്ങൾ ചെയ്ത വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കാറില്ല. പക്ഷേ കുറച്ച് പാല്, കുറച്ച് ചായപ്പൊടി, കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒരു ചായ ഉണ്ടാക്കുന്ന നിന്റെ ഭാവം കണ്ട അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് തോന്നുന്നു. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, സമ്മതിച്ചു. ചായ ഉണ്ടാക്കുന്നത് ഒരു നിസാരമായ കാര്യമാണ്. എങ്കിൽ പിന്നെ മോഹനേട്ടൻ തന്നെ വന്ന് ഇച്ചിരി പാലും ഇച്ചിരി ചായപ്പൊടിയും ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്ത് ഒരു ചായ ഉണ്ടാക്കി കാണിക്ക്. എന്തു പറ്റി? പറ്റൂലേ? 3 നേരം ഞഞ്ഞെന്ന് കഴിക്കുമ്പോ അതുണ്ടാക്കുന്ന പാടിനെ പറ്റി മോഹനേട്ടൻ ആലോചിക്കാറില്ല എന്നുള്ളതിന് എനിക്കറിയാം. പക്ഷേ ആ സാധനങ്ങളൊക്കെ ശൂന്യതയെന്ന് പൊട്ടി മുളച്ച് വരുന്നതല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. ഒരു കാര്യത്തിന് സഹായിക്കില്ല എന്നിട്ട് ഒട്ടുക്കട്ട കുറ്റം പറച്ചിലും. അത് നിർത്താതെ ഞാൻ ഇനി ഒരു വസ്തു ഇവിടെ ഉണ്ടാക്കില്ല. ഭാമേ, നീ ചെയ്യുന്നത് ഒരു മഹാകാര്യമാണെന്നൊരു തോന്നൽ നിനക്കുണ്ട്. അത് ആദ്യം കളഞ്ഞേക്ക്. LLB പഠിച്ചാണ് നീ വക്കീലായതല്ലേ? ഡിഗ്രി 1ാം ക്ലാസ്സിൽ പാസ്സായി PSC പരീക്ഷ എഴുതിയിട്ടാണ് കെ മോഹനകൃഷ്ണൻ സാർ വില്ലേജ് ഓഫീസറായത്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് വലിയ നിലയിലെത്തുന്നത്. എന്തിനധികം പറയുന്നു, ഒരു ഓട്ടോറിക്ഷ ഓടിക്കണമെങ്കിൽ പോലും നന്നായി പഠിച്ചിരിക്കണം. അങ്ങനെ ഒരു പഠിപ്പും വേണ്ടാത്ത ലോകത്തിലെ ഒരേ ഒരു കാര്യമാണ് നിങ്ങളുടെ പാചകം. അക്ഷരം എഴുതാൻ അറിയാത്തവർക്ക് പോലും നിസാരമായി ചെയ്യാൻ പറ്റുന്ന ആ പരിപാടിയുടെ പേരിൽ ആളാകുന്നത് കുറവാണ്. ശരി, സമ്മതിച്ചു. പാചകം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്കിൽ പിന്നെ മോഹനേട്ടൻ എന്തെങ്കിലും ഒന്ന് പാചകം ചെയ്ത് കാണിക്ക. പറ്റൂലേ? വലിയ കാര്യമൊന്നും വേണ്ട മോനട്ടാ. വായിക്ക് രുചിയായിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കി കാണിക്കാമെങ്കിൽ ഇനി ഈ ജന്മത്ത് ഞാൻ മോഹനേട്ടനോട് വഴക്കിന് വരില്ല. നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയ പിന്നെ മോഹനേട്ടൻ അടുക്കളയുടെ അഭാഗത്ത് പോലും വരണ്ട. എന്തു പറയുന്നു? അതെ, ചുമ്മാ വാച പഠിക്കാൻ ആർക്ക് പറ്റും. പക്ഷേ അത് പ്രവർത്തിച്ച് കാണിക്കണമെങ്കിൽ നല്ല സാമർത്ഥ്യം വേണം. സാമർത്ഥ്യം ആണെങ്കിൽ മോഹനേട്ടൻ ഒരു സാമ്പാർ ഉണ്ടാക്കി കാണിക്ക്. അന്ന് ഞാൻ സമ്മതിക്കാം വില്ലേജ് ഓഫീസറാണ് വലിയ കേമനെന്ന്. ഇന്ന് രാവിലെ അവൾ അമ്പലത്തിൽ പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് സത്യശീലനോട് രാവിലെ വരാൻ പറഞ്ഞു. ഭാമ തിരിച്ചു വരുന്നതിന് മുൻപ് സത്യശീലൻ സാമ്പാർ ഉണ്ടായി കഴിഞ്ഞിട്ട് പോയിരിക്കും. അത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ ഭാമയ്ക്ക് എങ്ങനെ എതിർക്കാൻ കഴിയും? അപ്പൊ അതാണ് സംഭവം. സാറേ, ഇതിനായിരുന്നുണ്ടെങ്കിൽ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ഞാൻ ആവശ്യമുള്ള സാമ്പാർ വാങ്ങിച്ചോണ്ട് വരുമായിരുന്നല്ലോ. അതൊരു പാത്രത്തിലാക്കി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാ അത് സാറുണ്ടാക്കിയെന്ന് പറഞ്ഞാ പോരെ? അത് അവൾ കണ്ടുപിടിക്കും. പക്ഷേ സത്യശീലൻ സാമ്പാർ ഉണ്ടാക്കുന്നത് ഭാമ വാങ്ങി വെച്ച പച്ചക്കറികൾ ഉപയോഗിച്ചാണ്. അടുക്കളയിൽ കയറുമ്പോഴേക്കേ ഭാമയ്ക്ക് മനസ്സിലാവും സാമ്പാർ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ സാമ്പാർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായിക്കോളൂല്ലോ. സാറിന്റെ ബുദ്ധി സമ്മതിച്ചു കൊടുക്കണം. ഈ കളിയിൽ വക്കീല് മൂക്ക് കുത്തിയതല്ലേ? എന്നാ പിന്നെ ഞാൻ പോട്ടെ സാർ. സത്യശീലൻ സാമ്പാർ ഉണ്ടാക്കി കഴിയുമ്പോൾ അയാളെ കൊണ്ട് ഇവിടുന്ന് പോകേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ഉത്തമന്. ഭാമ വരുമ്പോഴേക്കും ഞാനും എന്റെ സാമ്പാർ മാത്രമേ ഇവിടെ കാണാവൂ. ഓ, സാമ്പാർ അപ്പൊ ഞാൻ ഇവിടെ നിൽക്കണല്ലേ? പോകരുത്, ഇവിടെ തന്നെ കാണണം. ശരി. എന്തായി സത്യശീല? സാറ് ധൈര്യമായിട്ടിരിക്കെ. കൃത്യം 20 മിനിറ്റിൽ സാമ്പാർ റെഡി ആയിരിക്കും. ഈ ഭാമ ഉണ്ടാക്കുന്നത് പോലത്തെ സാമ്പാർ ആകരുത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവൾ എന്റെ മുന്നിൽ ഏത്തമിടണം. അത്ര രുചി ഉണ്ടാവണം. സാറേ, ഒരുപാട് രുചിയൊക്കെ കൂടിയല്ലേ സാറ് തന്നെയാണ് പ്രശ്നം. അല്ല, ഇനി സാറ് സാമ്പാർ ഉണ്ടാക്കിയാൽ മതിയെന്ന് വക്കീൽ പറഞ്ഞാലോ? ഒരിക്കലും ഇല്ല. രുചിയുള്ള സാമ്പാർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയാൽ ഇനി ജന്മത്ത് അടുക്കളയുടെ ഭാഗത്ത് പോലും ഞാൻ വരേണ്ട കാര്യമില്ല എന്ന് ഭാമയോട് പറഞ്ഞിട്ടുണ്ട്. ഭാമ ഉണ്ടാക്കുന്ന സാമ്പാറിനെ എനിക്ക് കുറ്റം പറയാനും പറ്റും. കുറ്റം പറയുമ്പോൾ രുചിയുള്ള സാമ്പാർ ഉണ്ടായി കാണിക്കുക എന്ന് ഭാമയ്ക്ക് പറയാനും പറ്റില്ലല്ലോ. അതില്ല, സാറ് ധൈര്യമായിട്ടിരിക്കെ. ഈ സത്യശീലൻ ഉണ്ടാക്കിയ സാമ്പാർ കഴിച്ചവരാരും ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. പറ
കുറെ നേരമായിട്ട് കാണുന്നില്ലല്ലോ. ശ്ശ്. ബീട്രൂട്ട് ബീട്രൂട്ട് എന്തോന്ന് സാറേ, സാറിനോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? ബീട്രൂട്ട് ആയിരുന്നല്ലേ? ഇനി എത്ര സമയം എടുക്കും സാറേ? ഏറിയാലും ഒരു 10 മിനിറ്റ്. അവിടെ ഉണ്ട്. സാർ ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് വരുന്ന പത്രം വായിക്കും, അപ്പോഴത്തേക്ക് ഞാൻ സംഗതി റെഡിയാക്കിക്കോളാം. ചെല്ലേ. വേണമെങ്കിൽ കണ്ടു പഠിച്ചോ സാറേ. ഭാവിയിൽ ഒരു ആവശ്യം വന്നാ സാറിന് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ സാമ്പാറുണ്ടാക്കാൻ അറിയാൻ സത്യശീല, എത്രയോ തലമുറകളായി സ്ത്രീകളാണ് നമ്മുടെ നാട്ടിൽ സാമ്പാർ ഉണ്ടാക്കുന്നത്. അത് മാറ്റേണ്ട കാര്യം എന്താ? സംഗതി റെഡിയാണ് സാറേ. ഇനി നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പം അടുപ്പിൽ നിറക്കിയാ മതി. കവിയോടെ പോയി. ശരി. അപ്പൊ സാറിന് സാമ്പാർ ഉണ്ടാക്കാനും അറിയില്ല, കഴിച്ചു നോക്കി വെന്തോന്ന് തീരുമാനിക്കാനും അറിയില്ല. കഷ്ടം തന്നെ സാറേ. സാമ്പാർ ഉണ്ടാക്കുന്ന അതാ പായസം ഉണ്ടാക്കുന്ന? സാറേ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. കൃത്യം 10 മിനിറ്റ് കഴിയുമ്പോ സംഗതിയൊക്കെ ഓക്കെ ആവും. അവിടെ ഇവിടെയും കറങ്ങി നടന്നത് കത്തിച്ച് കളയരുത്. ഇനി എല്ലാം ഞാൻ ഏറ്റു. സത്യശീലൻ ധൈര്യമായിട്ട് വണ്ടി കയറി പറ്റോ. ഉച്ച കഴിഞ്ഞ് വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ ബാക്കി വിശേഷങ്ങളോട് പറഞ്ഞുതരാം. ശരി ചെല്ലു. തിരിച്ചു പോകുന്ന വഴി ഭാമയുടെ കണ്ണിൽ പെടാൻ നോക്കണം. അവൾ വരുന്ന സമയമായി. അതൊക്കെ സാർ എനിക്ക് വിട്ടേരേ. വക്കീൽ മഷിയിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മളെ കണ്ടുപിടിക്കരുത്. പിന്നെ സാറേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യാം. ശരി സാറേ. നാളെ മുതൽ ഞാൻ തന്നെ സാമ്പാർ വയ്ക്കേണ്ടി വരുമോ എന്തോ. നീ ഇത്രയോടെ നിർത്തിയോ? ഞാൻ കരുതി നീ കുറച്ചേടെ കഴിഞ്ഞ് വരുമോ. അങ്ങനെ ഞാൻ വൈകിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ആഫീസിൽ പോകാനുള്ളതല്ലേ. കുറച്ചു നേരം കൂടെ അവിടെ നിൽക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യം ഓർത്തോ പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. മോഹനോട് കുളിച്ച് റെഡിയായി വാ, അപ്പോഴേക്കും ഞാൻ സാമ്പാർ ഉണ്ടാക്കാം. ഇനി ഞാൻ കാരണം മോഹനയുടെ താമസം എന്നുള്ള പരാതി വേണ്ടേ? അമ്മയുടെ പിറന്നാളായിട്ട് ഇന്ന് മോഹനേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കാൻ എനിക്ക് വയ്യ. ആരൊക്കെയുണ്ട്? ഞാനും മോഹനേട്ടനും. അപ്പോ നീ വരുന്നതിന് മുമ്പ് ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? മോഹനേട്ടൻ മാത്രം. സാമ്പാർ തനിയെ ഉണ്ടായി വരുന്ന ഒരു സാധനമല്ല എന്ന് നിനക്കറിയാമല്ലോ. അപ്പൊ ഈ സാമ്പാർ ഉണ്ടാക്കിയത് ആരായിരിക്കും? എന്താ വിട്ടു നോക്കുന്നത്? ഇന്നലെ നീ എന്നോട് പറഞ്ഞൊരു വാചകം നീ ഓർക്കുന്നുണ്ടോ? വായ്ക്ക് രുചിയായിട്ട് ഒരു സാമ്പാറെങ്കിലും ഉണ്ടാക്കി കാണിക്കാമെങ്കിൽ എന്നെ സമ്മതിക്കാമെന്ന്. നീ ഇവിടെ വാങ്ങി വെച്ചിട്ട് പച്ചക്കറി എടുത്ത് ഞാൻ ഉണ്ടാക്കിയ സാമ്പാറായത്. ഇപ്പൊ നീ പറയുന്നു കൊള്ളാം കേട്ടോ. ഭാമേ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്റെ ഭർത്താവ് അത്ര നിസ്സാരക്കാരനല്ല എന്ന്? മേലിൽ അടുക്കള ജോലിയുടെ കാര്യം പറഞ്ഞ് എന്നെ ആക്ഷേപിക്കാൻ വന്നാൽ നീ വിവരം അറിയാം. നീ ഉണ്ടാക്കിയ ഇഡലിയും ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ ചേർത്തൊന്ന് കഴിച്ചു നോക്ക്.
മോഹനേട്ടാ, സത്യം പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സത്യമായിട്ടത് മോഹനേട്ടൻ ഉണ്ടാക്കിയതാണോ? നിനക്ക് എന്താ ഇത്ര സംശയം? എന്തായാലും മാജിക് കാണിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കഴിച്ചു നോക്കിയില്ലേ? സത്യം പറയാ ഞാൻ ഉണ്ടാക്കുന്നതിൽ നന്നായിട്ടുണ്ട്. ഇതെങ്ങനെ സാധിച്ചു എന്ന് പറ. ഭാമേ, ഓ, നമുക്ക് പല പല കഴിവുകളുണ്ടാവും. പക്ഷെ അതൊക്കെ വെറുതെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത് അന്തസ്സുള്ളവർക്ക് ചേർന്നതല്ല. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ആ ജോലിയിൽ എന്നേക്കാൾ സമർത്ഥനായ വേറെ ആളുകളില്ല എന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇങ്ങനൊരു കഴിവ് മോഹനേട്ടനുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. ഭാമേ, അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് പാചകം ഒരു ആവേശമായിരുന്നു. ഹോസ്റ്റലിൽ വെച്ച് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കുമായിരുന്നു നിനക്കറിയാമോ? സത്യം പറഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയും എന്നെ വീട്ടിൽ വിടാതെ ഹോസ്റ്റലിൽ തന്നെ പിടിച്ചു നിർത്തുമായിരുന്നു എന്റെ കൂട്ടുകാർ. എന്തിനാ എന്തിനാ? അവർക്ക് രുചികരമായ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കണം. അതിനു വേണ്ടി. എന്നിട്ട് മോഹനേട്ടൻ ഇതുവരെ എന്നോട് ഇതൊന്നും പറയാതിരുന്നു എന്താ? കല്യാണം കഴിഞ്ഞ പിന്നെ ഭാര്യ ഉണ്ടാക്കുന്നതാണ് ഭർത്താവ് കഴിക്കേണ്ടത്. അത് ഭർത്താവിന്റെ അവകാശവും സന്തോഷവുമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അടുക്കളയിലേക്കേ വരാതിരിക്കുന്നത്. ആ പിന്നെ നിനക്കൊരു ധാരണയുണ്ട്, ഞാൻ ഒരു പഴഞ്ചനാണ്, എനിക്കിതൊന്നും അറിയില്ല എന്ന്. അത് തെറ്റാണ് എന്ന് നിനക്ക് മനസ്സിലായില്ലേ? രാവിലെ ഈ മൊബൈൽ ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ നീ എന്നെ കളിയാക്കി. ഇതുകൊണ്ട് എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതെല്ലാം എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാനിതൊന്നും ഉപയോഗിക്കില്ല, അത്രയേ ഉള്ളൂ. സാമ്പാർ ഉണ്ടാക്കാൻ അറിയാമായിരുന്നിട്ടും ഇതുവരെ ഉണ്ടാക്കാത്തത് പോലെയാണ് ഞാൻ ഈ മൊബൈൽ ഉപയോഗിക്കാത്തത്. അങ്ങനെയാണെങ്കിൽ മോഹനേട്ടൻ പറ, ഈ മൊബൈൽ ഫോൺ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞതിനാ, എനിക്കെല്ലാം അറിയാമല്ലോ. മെസ്സേജും മെയിലും അയക്കുന്ന പോലെ ഇതുകൊണ്ട് വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ മോഹനേട്ടൻ ഞാൻ സംസാരിച്ചില്ലേ, അത് മുഴുവനും ഇതിൽ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് വേറൊരാളുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കാം. അതിന് 1 മിനിറ്റ് മതി, 1 മിനിറ്റ്. ഇത് കുറച്ചു മുന്നേ എനിക്കൊരാൾ അയച്ചു തന്നാണ്. മോഹനേട്ടൻ ഒന്ന് കേട്ടു നോക്കേ, ഭയങ്കര രസമാ. നോക്ക്, ഭാമ ഉണ്ടാക്കുന്നത് പുറത്ത് സാമ്പാർ ആകരുത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവൾ എന്റെ മുന്നിൽ ഏത്തമിടും. അത്ര രുചിയുണ്ടാവണം. സാറേ, ഒരുപാട് രുചിയൊക്കെ കൂടിയല്ലേ സാറിന് തന്നെയാണ് പ്രശ്നം. അല്ല, ഇനി സാറ് സാമ്പാർ ഉണ്ടാക്കിയാൽ മതിയെന്ന് വക്കീൽ പറഞ്ഞാലോ? ഒരിക്കലും. രുചിയുള്ള സാമ്പാർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയാൽ ഇനി ജന്മത്ത് അടുക്കളയുടെ ഭാഗത്ത് പോലും ഞാൻ വരേണ്ട കാര്യമില്ല എന്ന് ഭാമയോട് പറഞ്ഞു. ഭാമ ഉണ്ടാക്കുന്ന സാമ്പാറിനെ എനിക്ക് കുറ്റം പറയാനും പറ്റും. കുറ്റം പറയുമ്പോൾ രുചിയുള്ള സാമ്പാർ ഉണ്ടാക്കി കാണിക്കുക എന്ന് ഭാമയ്ക്ക് പറയാനും പറ്റില്ലല്ലോ. അതില്ല, സാറ് ധൈര്യമായിട്ടിരിക്കും. ഈ സത്യശീലൻ ഉണ്ടാക്കിയ സാമ്പാർ കഴിച്ചവരാരും ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒന്ന് മോഹനേട്ടന്റെ ശബ്ദം, മറ്റേ സത്യശീലന്റെ. സത്യശീലൻ തന്നെ ഫോൺ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നതാ. മുനിസിപ്പൽ കോടതിയുടെ മുന്നിലാണ് സത്യശീലന്റെ കട. എനിക്ക് സത്യശീലൻ പണ്ടേ അറിയാം. മോഹനേട്ടൻ എന്തിനെ വില്ലേജ് ഓഫീസ് വെച്ച് പറഞ്ഞു ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ സത്യശീലൻ എന്നോട് പറഞ്ഞിരുന്നു. അയ്യോ ചിരിക്കല്ലേ, അപ്പൊ ഞാനാ ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്. ചിരിക്കുന്നു കൊള്ളട്ടോ. രാവിലെ അമ്പലത്തിന് വരുന്നൊന്നും ചോദിച്ചപ്പോ എന്തൊരഭിനയമായിരുന്നു. അപ്പൊ ഇതായിരുന്നു ഉദ്ദേശം അല്ലേ? പറ്റിക്കാൻ വേണ്ടി. അപ്പൊ നാളെ മുതൽ എങ്ങനെയാ? സത്യശീലൻ രാവിലെ വരുവോ അതോ ഞാൻ തന്നെ വല്ലതും ഉണ്ടാക്കണോ? സത്യശീലൻ വരുന്നതിനാ? നിനക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാലോ. ചിരി പല രോഗങ്ങൾക്കുമുള്ള മരുന്നാണ്. പക്ഷേ പറ്റിപ്പോയ ഭീമൻ അബദ്ധം മറച്ചു വെക്കാനായി തല തല്ലിച്ചിരിക്കുന്നത് അത്ര സാധാരണമല്ല. എന്തായാലും മോഹനകൃഷ്ണന്റെ സാമ്പാർ യജ്ഞം ശുഭകരമായി അവസാനിച്ച നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.